ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ 10th ലെവൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 and 3. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഖുദായി ഖിദ്മത്ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത്? ഓപ്ഷൻ എ 7. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തതാര്? ഓപ്ഷൻ ബി മുഹമ്മദ് അലി ജിന്ന. നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ സി 3. ഭിലായി ജപ്പാൻ. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കാൻ സഹായം നൽകിയ രാജ്യം റഷ്യയാണ്. റഷ്യയുടെ മറ്റൊരു പേരാണ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിക്കാൻ സഹായം നൽകിയ രാജ്യം റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്നതിൽ ശരിയായതാണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ ഡി VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ സി 2, 3 and 4. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ. ഗോവ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്നു. ഓർത്തു വയ്ക്കുക, ഗോവ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്നു. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി സി കേശവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1 and 2. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. AG വേലായുധൻ ബന്ധപ്പെട്ടിരിക്കുന്നത് പാലിയം സത്യാഗ്രഹവുമായിട്ടാണ്. ഓർത്തുവെക്കുക, AG വേലായുധൻ ബന്ധപ്പെട്ടിരിക്കുന്നത് പാലിയം സത്യാഗ്രഹവുമായിട്ടാണ്. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി T പ്രകാശം.
ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ഓപ്ഷൻ സി അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങളിലെ ഇറും അയർലൻഡിലെ ഇറും വെച്ച് ഇത് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ. ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നു വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി? ഓപ്ഷൻ എ 42ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഓപ്ഷൻ ബി ഭാഗം 3. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബലാസ്റ്റിക് മിസൈൽ ആയ ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം? ഓപ്ഷൻ സി ഉത്തര കൊറിയ. നാട്യശാസ്ത്രം എഴുതിയതാര്? ഓപ്ഷൻ ബി ഭരതമുനി. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്? ഓപ്ഷൻ ബി താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി? ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ പക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ സത്ലജ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ചണ്ഡീഗഡ്. പഞ്ചാബിൻ്റെ ഹരിയാനയുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഇറ്റാനഗർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗംഗ ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ സി ശ്രീനഗർ കാർഗിൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? ഓപ്ഷൻ ഡി മലപ്പുറം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത്? ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? ഓപ്ഷൻ എ PR ശ്രീജേഷ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ സി NH 66.
കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? ഓപ്ഷൻ ബി കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി പാമ്പാടുംചോല. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് ഓപ്ഷൻ സി വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? ഓപ്ഷൻ സി അതിരപ്പള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ എ മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഓപ്ഷൻ സി എംഫിസിമ. എംഫിസിമ ഒരു ശ്വാസകോശ രോഗമാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ബീറ്റാ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നു. രക്തം കട്ട പിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഓപ്ഷൻ ബി APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേര് ഓപ്ഷൻ എ കാർസാപ്പ്. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം ഓപ്ഷൻ സി ഇലക്ട്രോ എൻസെഫലോഗ്രാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഓപ്ഷൻ ബി അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് ഓപ്ഷൻ എ നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് ഓപ്ഷൻ സി എയ്ഡ്സ്. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഓപ്ഷൻ സി 2013 മാർച്ച് 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 2-4 ബുഷ്മൻ ത്വാറക്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ഓപ്ഷൻ ബി കൈലാസ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഓപ്ഷൻ ബി പുറനാനൂർ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ഓപ്ഷൻ എ മൂലധനം.
2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി കീലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം? ഓപ്ഷൻ എ ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ഓപ്ഷൻ ബി പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഓപ്ഷൻ ബി 82°30' ഈസ്റ്റ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ? ഓപ്ഷൻ ഡി 23°30' നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഓപ്ഷൻ എ 30°. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം? ഓപ്ഷൻ ബി കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം? ഓപ്ഷൻ എ പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്ക് ശാല സ്ഥാപിതമായ പ്രദേശം? ഓപ്ഷൻ ബി വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ ഡി ഷിപ്കില. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്? ഓപ്ഷൻ സി കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഓപ്ഷൻ ബി 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ എ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച താരെ? ഓപ്ഷൻ എ ഗൈഡിലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1922. 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ഓപ്ഷൻ സി വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ഓപ്ഷൻ എ അരുണ ആസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി? ഓപ്ഷൻ ഡി CK ലക്ഷ്മൺ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഓപ്ഷൻ ഡി ആലപ്പുഴ, കോട്ടയം, എറണാകുളം.
കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഓപ്ഷൻ ബി 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ഓപ്ഷൻ ബി 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? ഓപ്ഷൻ ഡി 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ സി 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവാര്? ഓപ്ഷൻ ബി പ്രേംജി. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്കൊരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ഡി കുമാരഗുരുദേവൻ. സിവിൽ നിയമന ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ പയ്യന്നൂർ. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1941 മാർച്ച് 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയതാര്? ഓപ്ഷൻ ഡി AK ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാര്? ഓപ്ഷൻ ഡി മാഡം ഭിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ ഡി വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ആനന്ദമഠം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? ഓപ്ഷൻ സി 16ാം വകുപ്പ്. അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ ബി 1950 ജാനുവരി 26. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി ബംഗാളി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 2, 4 എന്നിവ ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്? ഓപ്ഷൻ ബി കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം? ഓപ്ഷൻ ഡി വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം? ഓപ്ഷൻ എ ജീവകം സി.
കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ ബി ഉഷസ്. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു. ഓപ്ഷൻ ബി ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഓപ്ഷൻ എ ഉജ്ജ്വല. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? ഓപ്ഷൻ എ കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി മേധ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്? ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ഓക്സിജൻ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക? ഓപ്ഷൻ എ തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2. ഹൈഡ്രജൻ, കാർബൺ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? ഓപ്ഷൻ ബി മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? ഓപ്ഷൻ സി ഹർഷണബലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ഓപ്ഷൻ എ ബുധൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്? ഓപ്ഷൻ സി വികിരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ഓപ്ഷൻ ഡി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം 0. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്